നമസ്കാരം. ബിനീഷ് കൊടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. എന്തായാലും കൊച്ചി ഓഫീസിലാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. 2020 അറസ്റ്റിലായ ബിനീഷിന് ഒരു വർഷത്തിന് ശേഷമാണ് പിന്നീട് ജാമ്യം കിട്ടിയത്. ഈ കേസിലെ ആദായ നികുതിയിലടക്കം പൊരുത്തക്കേടുകൾ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും CPM-നെ അടപടലം കൂട്ടാൻ തന്നെയാണ് കേന്ദ്രം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബിനീഷ് കൊടിയേരിയുടെ ചോദ്യം ചെയ്യൽ വാർത്തയാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ സജീവമായി ചർച്ചയിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള കേസ് തന്നെയാണ്. ഇപ്പോൾ ഈ പാർട്ടിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്തെന്നാൽ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ തക്കതായ ക്യാപ്സ്യൂളുകൾ ഇവർക്ക് ഇറക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. കാരണം വീണയ്ക്ക് പ്രതിരോധം തീർക്കേണ്ടത് പാർട്ടിയുടെയോ അണികളുടെ ആവശ്യമല്ല, മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം ആവശ്യമായി ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ പ്രശ്നം എന്ന് ഇതിനെ ഒന്നും വിശേഷിപ്പിക്കാനും സാധിക്കില്ല. പുറമെ നിന്ന് നോക്കുമ്പോൾ ഇത് പാർട്ടിയുടെ പ്രശ്നമായി കാണാമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ വീണ വിജയന്റെ കാര്യത്തിലും ഈ ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിലുമൊക്കെ ഒരു സമാനമായ നീക്കമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുതിർന്ന നേതാക്കളെ അല്ലെങ്കിൽ ഭരണത്തിലുള്ള കൃത്യമായി മുഖമുള്ള നേതാക്കളെ നേരിട്ട് ചെന്ന് ചോദ്യം ചെയ്യലിന് വിധേയരാക്കാതെ അല്ലെങ്കിൽ അവരുടെ അഴിമതി കഥകളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടുവരാതെ അതിന് പകരം രണ്ടാം നിരയിലുള്ള അല്ലെങ്കിൽ ഇവരുമൊക്കെയായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അഴിമതിയും മറ്റും പുറത്തു കൊണ്ടുവന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് നേരെയുള്ള പ്രശ്നമാണോ എന്നതൊന്നും കൃത്യമായി മണികൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിലും വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM-ന് ഒരു പ്രതിരോധം എന്ന് പറയേണ്ടി വരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ, അല്ലെങ്കിൽ ബിനീഷ് കൊടിയേരി മുതിർന്ന നേതാവിന്റെ മകനാണ്. പക്ഷേ ഈ മക്കളുടെ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടി അഭിപ്രായം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ മക്കൾക്ക് എങ്ങനെ പാർട്ടിയും അണികളും ചേർന്ന് പ്രതിരോധം ഒരുക്കുമെന്നുള്ള വലിയ ആശങ്ക അതിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോഴും അഴിമതി എന്ന ഒരു പേര് അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കപ്പെടുന്നത് CPM എന്ന പാർട്ടിയോട് ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഈ അഴിമതികളൊക്കെയും ചേർത്ത് വായിക്കപ്പെടുന്നത് CPM-ന്റെ പേരിനൊപ്പം തന്നെയായിരിക്കും. അങ്ങനെ അടിക്കുമ്പോൾ മർമ്മത്ത് തന്നെ അടിക്കുക, അല്ലെങ്കിൽ പൂട്ടുമ്പോൾ അടപടലം തന്നെ പൂട്ടുക എന്നീ അഭ്യാസങ്ങൾ നന്നായി അറിയാവുന്ന കേന്ദ്രം ഇപ്പോൾ CPM-നെ കൃത്യമായും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാദവും ഉയർത്താൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ കേസിലും കൃത്യമായ തെളിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കെട്ടിച്ചമച്ച കേസല്ല എന്നുള്ളത് അവർക്കും വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും. അങ്ങനെ കേന്ദ്രം ഒരു പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം ഇത്തരം നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും മറ്റും കഴിയുമ്പോൾ ഇനി കത്താൻ കേരളത്തിൽ ആ കനൽ ബാക്കി ഉണ്ടാകുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.